ഹായ് ഹലോ വെൽക്കം ടു ദ ന്യൂ സെക്ഷൻ ഓഫ് ആൽമൂസ് PC ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവകങ്ങളും രാസനാമങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ്. എന്താണ് ജീവകങ്ങൾ? വിറ്റാമിൻസ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണല്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ രാസനാമങ്ങൾ PSCയിൽ പൊതുവായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. LGS LDC വേരിയസ് പോസ്റ്റ് എല്ലാ ഇതിലും നമ്മൾ ബയോളജി വിഭാഗത്തിൽ ജീവശാസ്ത്ര വിഭാഗത്തിൽ ചോദിക്കുന്നതാണ്. അപ്പം നമുക്ക് കുറച്ച് രസകരമായ കോഡിലൂടെ നമുക്ക് ഈ ജീവകങ്ങളും രാസനാമങ്ങളും എന്ന വിഷയം നോക്കാം. ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത് വിറ്റാമിൻ B1. വിറ്റാമിൻ B1. അപ്പം B1 എന്നതിൻ്റെ രാസനാമം തയാമിൻ എന്നാണ്. എന്താണ്? തയാമിൻ. അപ്പം B1 ഒരു വിറ്റാമിൻ ആണല്ലേ. B1 തായോ എന്ന് വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിറ്റാമിൻ B1 തയാമിനാണ് അതിൻ്റെ രാസനാമമെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് B2. B2 എന്താണ്? റൈബോഫ്ലാവിൻ. എന്താണ്? റൈബോഫ്ലാവിൻ. അടുത്തത് B3 നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. B3 എന്ന് പറയുമ്പോൾ 3 വയസ്സുകാരൻ എന്നോർക്കുക. നിയാസിൻ എന്ന 3 വയസ്സുകാരൻ എന്നോർത്താൽ B3 നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ B3യുടെ കുറവ് മൂലം നമുക്ക് അനുഭവപ്പെടുന്ന ഒരു രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. എന്താണ്? പെല്ലഗ്ര. അടുത്തത് B5 പാൻറ്റോത്തനിക് ആസിഡ്. നമ്മൾ പറയും സാധാരണ പെൻറ്റ് എന്ന് പറയും അല്ലേ. പാൻറ്റോത്തനിക് ആസിഡ് എന്ന് പറയുമ്പോൾ പെൻറ്റ് എന്ന് ഓർക്കുക. പെൻറ്റ് 5 എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പം നമുക്ക് എന്ത്? B5 പാൻറ്റോത്തനിക് ആസിഡ് എന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. അടുത്തത് എന്താണ്? B6 പിരിഡോക്സിൻ. എന്താണ്? പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. 7 വയസ്സിൽ ബയോളജി പഠിച്ചു തുടങ്ങിയെന്നോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ ബയോളജി പഠിച്ചു തുടങ്ങിയെന്നോ ഒക്കെ ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് B7 ബയോട്ടിൻ എന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ B9. B9 എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോളിക് ആസിഡ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് വണ്ണാണ് എന്ത്? B12. നമ്മൾ +2 സയൻസ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് റെക്കോർഡ് സൈൻ ചെയ്യാൻ പോകും അല്ലേ. അപ്പം B12 +2 എന്ന് ഓർക്കുക. അപ്പം 12 നമ്മൾ റെക്കോർഡ് സൈൻ ചെയ്യാൻ പോകുന്നു. ആ സംഭവം ഓർത്താൽ ഇതിൻ്റെ രാസനാമം കിട്ടാൻ എളുപ്പമാണ്. സൈനോകൊബാലുമിൻസ്. എന്താണ്? സൈനോകൊബാലുമിൻസ്. അപ്പം കോഡെല്ലാം കിട്ടിയെന്ന് ഞാൻ ഓർക്കുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.